ഈ സിമ്പിൾ ആയിട്ടുള്ള പഴം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്, പിന്നെ 3 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ്. ബൂസ്റ്റ് പൊടി നമ്മളൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. പിന്നെ വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴം ഇപ്പം ഞാനിവിടെ 2 അല്ലി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവൻ പഴവും തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ അത്. തണുത്ത വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, കുറേ വെള്ളം ഒഴിക്കണ്ട, പാലൊഴിക്കാനുള്ളതാണ്. ഒന്നായി ജ്യൂസ് ആവാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിത് ജ്യൂസ് അടിച്ചെടുത്തു. നല്ല തിക്കാണ്, കാരണം നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടിയത്. ഇനി നമുക്കിതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പാലൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലൊഴിച്ചു കേട്ടോ. പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൽ മിക്സിയിൽ ഒന്നുകൂടെ അടിക്കും, അല്ലെങ്കിൽ ശരിയാവില്ല, കട്ട പോലെ നിൽക്കും. ഇതൊന്നുകൂടെ മിക്സിയിൽ പോയി അടിച്ചിട്ട് വരാം. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ തണുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് തണുപ്പ് കുറവാണ്, അല്ലാണ്ട് ഇതിന് കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലും വെള്ളവും കൂടെ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല ലൂസും അല്ല ടൈറ്റും അല്ലാത്ത പരുവത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ മധുരം പാകമാണോ നോക്കാം. അപ്പം മധുരം പാകാട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ അതാ ഫ്രണ്ട്സ്, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പഴം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമല്ലേ, അതുപോലെ തന്നെ കേട്ടോ ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.